ഹലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീരെ എനർജി പോലെ സംസാരിക്കാനെന്ന്. കുറച്ച് ദിവസമായില്ലേ ഇതുപോലെ വ്ളോഗൊക്കെ വോയിസ് ഓവർ കൊടുത്തിട്ട്, അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നീൽഗിരീസ് സൂപ്പർ മാർക്കറ്റിലാണ്. ഒരു ഷെസ്വാൻ സോസും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്ന കേട്ടോ. മോൻ കുറച്ച് ദിവസമായിട്ട് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് അവൻ്റെ ഫേവറേറ്റ് ആണ്, ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേസ് സാധാരണ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വെള്ളിയാഴ്ച രാവിലെയായി. തലേദിവസം തന്നെ ഞാൻ ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ മാക്സിമം സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിളായിട്ട് ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ചോറ് ബസ്മതി റൈസ് ഉപ്പ് മാത്രമായിട്ട് വേവിച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയനും കൂടി ഒന്ന് അരിഞ്ഞെടുത്തു. സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും വൈറ്റും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തോ ചതച്ചോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ചേർത്തു. ഈ ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ, ഇഷ്ടമുള്ളതൊക്കെ ഇടാം. പക്ഷേ സ്പ്രിംഗ് ഓണിയൻ മസ്റ്റായിട്ട് വേണം. ഇനി ഒരു 100 ഗ്രാമോളം ചിക്കൻ, ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ചിക്കൻ്റെ ഒരു പിങ്ക് കളർ മാറിയിട്ട് ഒന്ന് വൈറ്റ് ആയിട്ട് വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആയി കഴിയുമ്പം ഇതിനകത്തേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഡാർക്ക് സോയ സോസാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. ചിക്കൻ ഒന്ന് വേവണം, പെട്ടെന്നാവും. ബോൺലെസ് ചിക്കൻ ആണല്ലോ, ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തത്. ചിക്കൻ ഏകദേശം ഒരു 1/4 വേവൊക്കെ ആവുന്ന സമയത്ത് വെജിറ്റബിൾസ് ചേർക്കാം. കാരണം പച്ചക്കറി ഒരുപാട് വേവണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഫ്രൈഡ് റൈസിൽ കുറച്ചൊന്നിങ്ങനെ കരുകരുപ്പായിട്ടാണല്ലോ കിടക്കുന്നത് വെജിറ്റബിൾസൊക്കെ. ആ ഒരു രീതിയിലൊന്ന് വാടി വന്നാൽ മതി. കുറച്ചും കൂടെ ഉപ്പിടാണ് കേട്ടോ, ക്യാരറ്റിനും കൂടി വേണ്ടിയിട്ട് ചിരക്കൂടെ ഉപ്പിട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കുക. അതിന് മുന്നേ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഗ്രീനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് വെക്കുമ്പോൾ തന്നെ എല്ലാം ഒന്ന് പാകത്തിന് വെന്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വാങ്ങുന്ന സോസുകളെല്ലാം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഈ ഷെസ്വാൻ സോസിന് കുറച്ച് എരിവുണ്ടാവും. വറ്റൽമുളകൊക്കെ അരച്ച് ആണത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ എരിവ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം സോസ് ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ആയിട്ടിരിക്കുന്നത്. കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ അധികം സ്പൈസി ആക്കുന്നില്ല. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. റൈസിൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എപ്പോഴും തലേദിവസം റൈസ് വേവിച്ച് വെക്കുന്നതാണ് നല്ലതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാതിരിക്കും. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഉടനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. സോസിന് ഒരു ചെറിയ മധുരം പോലെ തോന്നി. പക്ഷേ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് വെച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്തപ്പം കറക്റ്റായിരുന്നു. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ കിട്ടി. എനിക്ക് തോന്നുന്നു ആ റൈസിലോട്ട് സോസിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ചൊന്ന് ബാലൻസ് ചെയ്ത് വന്നതാണ്. കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ലെണ്ണ. സാധാരണ ചൈനീസ് ഈ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ചേർക്കുന്നത് കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടും. ഒരു 1/2 ടീസ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഷെസ്വാൻ റൈസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പം അധികം സ്പൈസി അല്ലാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ സോസ് ചേർത്ത് സ്പൈസി ആക്കാം കേട്ടോ. അതൊക്കെ ഇഷ്ടം പോലെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി.
മോൾക്ക് കൊടുത്തപ്പോൾ ഞാൻ കുറച്ച് പ്ലെയിൻ റൈസും കൂടി മിക്സ് ചെയ്ത് ആണ് ഇട്ടത്. അതാണ് ആ വൈറ്റ് കളർ കാണുന്നത്. കാരണം മോൾ അധികം സ്പൈസി ആയിട്ടുള്ളത് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്ലെയിൻ റൈസും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ ഇവിടെ വാഷ് ബേസിൻ്റെ ഏരിയയിൽ ടവൽ ഇടുന്ന സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ എല്ലാ വാഷ് ബേസിൻ്റെ സൈഡിലും ഒരു ടവൽ സ്റ്റാൻഡ് ഉണ്ടാവില്ല. അതൊരു അത്യാവശ്യ കാര്യമല്ലേ. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നതല്ലാതെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാനൊന്ന് ആമസോണിൽ തപ്പിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇത് ഈ ടിഷ്യൂ പേപ്പർ റോള് ഇടുന്ന ഒരു സ്റ്റാൻഡാണ്. നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നോക്കിയപ്പം അത് നമുക്ക് ടവൽ ഇടാനായിട്ടും യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു കോമൺ ഏരിയയിലും നമുക്കൊരു വാഷ് ബേസിനുണ്ട്. പിന്നെ അല്ലാതെ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ടും ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പം കുറച്ച് ലൂസാണ് കണ്ടോ. സാധനം നല്ലതാണ്, ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് അതൊന്ന് ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഡ്രിൽ ചെയ്യാതെ പെർമനൻ്റ് ആയിട്ടൊന്നും ഫിക്സ് ചെയ്യാതെ ഇപ്പോൾ റെൻ്റൽ ഹോമിലൊക്കെ താമസിക്കുമ്പോൾ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഞാനത് കിച്ചണിൻ്റെ കബോർഡിലും വെച്ച് നോക്കി, അവിടെയായാലും അത് ലൂസ് തന്നെയാണ്. അപ്പോൾ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചാൽ മതി. പക്ഷെ പ്രോഡക്റ്റ് നല്ലതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു ടവലിടാൻ, കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവലിടാനായാലും അതല്ല ടിഷ്യൂ പേപ്പർ റോളൊക്കെ തൂക്കിയിടാനായാലും നല്ലതാണ്. വീക്കെൻഡ് ആയപ്പോൾ നല്ല തിരക്കായിരുന്നു. ഹസ്ബൻഡിന് പോകാനുള്ള ഡേറ്റ് ആയി. നെക്സ്റ്റ് വീക്കെൻഡ് പുള്ളി പോവും. അപ്പോൾ അതിന് മുന്നേ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. വർക്കിംഗ് ഡേയ്സ് ഒന്നും നടക്കില്ല. അപ്പം കുറച്ച് അത്യാവശ്യ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകണം. പുള്ളി അവിടെ ചെന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യണമല്ലോ. അപ്പം അതിനുള്ള അത്യാവശ്യ സാധനങ്ങൾ, അവിടെ കിട്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ പല കടകളിൽ പോകാൻ വയ്യാത്തതുകൊണ്ട് അവസാനം നമ്മൾ ലുലു മാളിൽ തന്നെ എത്തി. അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് എല്ലാം വാങ്ങാമെന്ന് വെച്ചു. വേണ്ട അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലേത് ടൈപ്പ് വേണം? ഇങ്ങനത്തത് വേണോ ഇങ്ങനത്തെ വേണോ? ഈ ടൈപ്പ് എടുക്കട്ടെ. കുറച്ചും കൂടെ വലുതല്ലേ? പ്രസ്റ്റീജിൻ്റെയാണ്. അവിടെ കുക്കർ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം കണ്ട കേട്ടോ. നോക്കി, ഒരു കുഞ്ഞ് കുക്കർ. നമ്മൾ ഈ മിനിയേച്ചർ കുക്കിംഗ് വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു കുഞ്ഞ് കുക്കർ കേട്ടോ. കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. മോക്കത് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. കാരണം അവിടെ ചെന്ന ഉടനെ പുള്ളിക്ക് ഇതൊക്കെ പോയി വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. കുക്ക് ചെയ്യുകയും വേണം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. കുട്ടികൾ 2 പേരും KFC ആണ് വാങ്ങിയത്. എപ്പോഴും വാങ്ങി കൊടുക്കുന്നതല്ല, വല്ലപ്പോഴേ ഉള്ളൂ. എന്തായാലും ഇന്നിപ്പോൾ കിട്ടിയ അവസരം മുതലാക്കിയിട്ടുണ്ട്. ഞാനൊരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു, ഹസ്ബൻഡ് ഒരു വെജ് താലയും വാങ്ങിച്ചു. എല്ലാം നല്ലതായിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് ലുലു മോളിലെ ഫുഡ് ഇഷ്ടമല്ല, ഫുഡ് കോർട്ടിലെ ഫുഡ് ഇഷ്ടമല്ല. പക്ഷേ ഇപ്രാവശ്യം എല്ലാം നല്ലതായിരുന്നു. ഇതാണ് കേട്ടോ ആ ഒരു കുഞ്ഞ് കുക്കർ, മിനിയേച്ചർ കുക്കർ എന്ന് പറയാം. ഞാൻ ഈ കുക്കിംഗ് വീഡിയോസിലൊക്കെ കണ്ടിട്ട് എപ്പോഴും ഞാൻ വിചാരിക്കും ഇത്രയും കുഞ്ഞു സാധനങ്ങളൊക്കെ എവിടെയാണ് വാങ്ങാൻ കിട്ടുകയെന്ന്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിച്ചണിലൊരു ഷോ പീസായിട്ടൊക്കെ വെക്കാം എന്നുള്ളതേ ഉള്ളൂ. ഒരു ക്യൂട്ട്നെസ് കണ്ട് വാങ്ങിയതാണ്.
പിന്നെ ഹസ്ബൻഡിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് 2 പ്രോഡക്ട്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ടൈപ്പ് ചോപ്പറാണ് കേട്ടോ. പുള്ളിക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയാം, പക്ഷേ അരിയാൻ കുറച്ച് സമയം എടുക്കും. നമ്മുടെ നാടൻ ഫുഡൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇതുപോലെ അരിഞ്ഞൊക്കെ എടുക്കാനായിട്ട് പച്ചക്കറികളൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊന്ന് ഈസി ആക്കാം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഇത് പ്രസ് ചോപ്പറാണ് കേട്ടോ, ഇങ്ങനെ പ്രസ് ചെയ്ത് ചോപ്പ് ചെയ്യുന്നത്. രണ്ടും ഒരു ഗണേഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഒത്തിരി നല്ല റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതുപോലെ ഒരു ചോപ്പർ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സ്ട്രിങ് വെച്ച് വലിക്കുന്ന ഒരു ടൈപ്പ് ചോപ്പർ ഉണ്ടല്ലോ, PG ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ നന്നായിട്ട് അറിയാവുന്നവരല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ സ്ട്രിങ് കുരുങ്ങി സ്റ്റക്കായി അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രസ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആണല്ലോ എന്ന്. ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ബ്ലേഡ് ഉണ്ട്, പിന്നെ അതേ ഒരു ലിഡ് വെച്ച് അടച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പ്രസ് ചെയ്യുന്നൊരു ഇതും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഒരു അട്ടർ ഫ്ലോപ്പ് ആണെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം സവോള ഞാനൊരു 3 സവോള എടുത്ത് ആദ്യം ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു. അത് താഴോട്ട് പ്രസ് ആവുന്നില്ല, സ്റ്റക്കായിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞു നോക്കി, എന്നിട്ടും അത് ആവുന്നുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ സ്റ്റക്ക്. പിന്നെ മൂന്നാമത് ഞാൻ വളരെ കുറച്ച് മാത്രം കണ്ടോ, ഇത്ര ഒരു സവോളയുടെ പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് പ്രസ് ചെയ്തപ്പോഴാണ് ആയത്. അപ്പോൾ ഇത് ഒരു 3-4 സവോളയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് എത്ര ടൈം എടുക്കും. പക്ഷേ ഈ പ്രോഡക്റ്റിനൊക്കെ ആമസോണിലൊക്കെ ഒത്തിരി നല്ല റേറ്റിംഗ് ആണ്. ഒരുപാട് പേര് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല. എനിക്കെന്തായാലും ഒട്ടും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തീരെ അങ്ങനെ കട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ തക്കാളി പോലും ഇതിനകത്തിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത്. അടുത്തതും സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഒരു 14-in-1 ക്വിക്ക് ഡൈസറാണ് കേട്ടോ. ഇതും ഒത്തിരി വീഡിയോസിലൊക്കെ കണ്ടിട്ട് വാങ്ങിയതാണ്. നല്ല റിവ്യൂസും ഉണ്ടായിരുന്നു. ഇതിനകത്ത് പിന്നെ കുറേ ബ്ലേഡുകളുണ്ട്, പല പല സൈസിൽ അരിയാനൊക്കെ ആയിട്ട്. ബ്ലേഡും ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കാണുമ്പോൾ തന്നെ ഇത്രയൊന്നും നമുക്ക് വേണ്ടല്ലോ എന്ന് തോന്നും. പ്രത്യേകിച്ച് അത്യാവശ്യം കുക്കിങ്ങൊക്കെ ചെയ്ത് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിൻ്റെ ഇത്രയും ബ്ലേഡുകളുടെ ഒന്നും ആവശ്യമില്ല. ഇതും ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല, കുറച്ച് ഫ്ലോപ്പായിരുന്നു. ആകെപ്പാടെ ഇതുപോലെ പൊട്ടറ്റോ വലിയ കഷ്ണങ്ങളായിട്ട് അരിയാൻ മാത്രമാണ് എനിക്കത് ഈസി ആയിട്ട് തോന്നിയത്. പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പൊട്ടറ്റോ അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ബ്ലേഡുകൾ ചെറിയ ബ്ലേഡൊക്കെ ഇട്ടിട്ട് സവോള ഞാൻ അരിഞ്ഞു നോക്കി, കോവയ്ക്ക അതുപോലെയുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ച് നോക്കിയപ്പോഴും കണ്ടു ഭയങ്കര കട്ടിയാണ്, ഭയങ്കര ഹാർഡാണ്. താഴോട്ടിങ്ങനെ നല്ല ശക്തി കൊടുത്ത് പ്രസ് ചെയ്യണം. നമുക്കിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകുമെന്ന് വരെ തോന്നും, അത്രയ്ക്കും ശക്തി വേണം. അപ്പോൾ അതിലും നല്ല മെനക്കെട്ട ഒരു പണി തന്നെയായിട്ടാണ് തോന്നിയത് കേട്ടോ. കോവയ്ക്കൊക്കെ നല്ലപോലെ ഒന്ന് ശക്തി എടുക്കുമ്പോൾ ഇതുപോലെ അരിഞ്ഞ് കിട്ടും. അത് ഒരു കോവയ്ക്ക അരിയാനാണ് അത്രയും ടൈം എടുക്കുന്നത്. പിന്നെ ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു ബ്ലേഡുണ്ട്. അത് പല സൈസിൽ സ്ലൈസ് ചെയ്യാനുള്ള ബ്ലേഡുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നി കേട്ടോ. ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കുമ്പം അരിഞ്ഞെടുക്കണമെങ്കിൽ വലിയ പ്രശ്നമില്ല. പിന്നെ അത് ക്ലീൻ ചെയ്യുന്നതും എനിക്ക് മെനക്കെട്ട പണിയായിട്ടാണ് തോന്നിയത്. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇതിൻ്റെ ഇടയിലൊക്കെ, ഹോൾസിൻ്റെ ഇടയിലൊക്കെ, ബ്ലേഡിൻ്റെ ഇടയിൽ സവാളയുടെ പീസസും പച്ചക്കറികളുടെ പീസസൊക്കെ കയറിയിരിക്കും. അത് ഇങ്ങനെ കുത്തി കളഞ്ഞിട്ടൊക്കെ വേണം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഏതായാലും 2 പ്രോഡക്ട്സും എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞങ്ങൾ US താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹൈദരാബാദി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി പോട്ട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചിരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ചിക്കൻ 65. ഹൈദരാബാദി ചിക്കൻ 65 ആണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന പോലെ ഡ്രൈ ആയിട്ടുള്ളൊരു ഐറ്റം അല്ല ഇത്. കുറച്ച് ഇതുപോലെ ഒരു സെമി ഗ്രേവി ടൈപ്പ് ഓഫ് ഒരു ചിക്കൻ 65 ആണ്. അപ്പോൾ അതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സൺഡേ നൈറ്റ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാമോളം
ചിക്കൻ, ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ ഒരു കളർ കിട്ടത്തുള്ളൂ. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, ചില പുളിയുള്ള തൈരായാലും കുഴപ്പമില്ല. ഇനി ഒരു 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ടു. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തില്ലാത്ത ഓർത്ത് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിനകത്തേക്ക് ആ ഒരു മസാലയുടെയൊക്കെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമില്ല. തലേദിവസം രാത്രിയൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാനിതൊരു അരമണിക്കൂർ വെക്കുകയാണ്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കൊരു മസാലയും കൂടി ഉണ്ടാക്കാം. ഒരു ബൗളിലോട്ട് 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. പുളിയുള്ള തൈരായാലും കുഴപ്പമില്ല. ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. സാധാരണ ഈ ഒരു ചിക്കൻ 65 കുറച്ച് സ്പൈസിയാണ്, അത്യാവശ്യം നല്ല സ്പൈസിയാണ്. പക്ഷേ ഞാൻ അത്ര എരിവിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, കുട്ടികൾക്കും കൂടെ കൊടുക്കണമെന്നുള്ളതുകൊണ്ട് കുറച്ച് സ്പൈസൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഇത്രയും എണ്ണ ആവശ്യമില്ല. കുറച്ച് എണ്ണയങ്ങ് മാറ്റിയിട്ട് ഗ്രേവിക്ക് ആവശ്യത്തിന് മാത്രം സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ മാത്രം കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഞാൻ 2 ഇട്ടിട്ടുള്ളൂ, നിറയെ കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് വേണം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചപ്പൊക്കെ ഒന്ന് മാറണം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു മസാല റെഡിയാക്കി വെച്ചില്ലേ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈരായതുകൊണ്ട് തീ ഏറ്റവും കുറച്ച് തന്നെ വെക്കണം കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ട് തൈര് ഒഴിച്ചാലും മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം, പിരിഞ്ഞു പോരുത്. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഉടനെ തന്നെ ഇതിനകത്തേക്കൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പം ഈ ഒരു ഗ്രേവി നല്ലപോലെ ചിക്കനിലേക്ക് പിടിച്ച് ഒന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ കുറച്ചൊന്ന് വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ആ തൈരൊക്കെ ഒന്ന് കുറുകി വരും കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിലാവും. ഇത് കുറച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് സമയം ഒന്ന് വെക്കുമ്പോഴേക്കും കുറച്ചും കൂടെ ഡ്രൈ ആയി കിട്ടും. ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇത് കഴിക്കുന്ന സമയത്തും പുളിക്ക് ആവശ്യത്തിന് നാരങ്ങ നീര് ഒഴിക്കാം കേട്ടോ. ചെറിയൊരു പുളിയോടുകൂടി കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് മലയിലയും കൂടി ഒന്ന് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇതിനൊരു ചെറിയൊരു ഗ്രേവി പോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാനായാലും നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് തൈരൊക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് ചിലർക്ക് ഇഷ്ടാവില്ലായിരിക്കും. ചിക്കനും തൈരും ഒന്ന് വിരുദ്ധാഹാരമാണ് എന്ന് പറയുമല്ലോ. അപ്പം വല്ലപ്പോഴും അല്ലേ, നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന സാധനമല്ല. പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും പല ചിക്കൻ ഡിഷസിലും നമ്മൾ ഇതുപോലെ തൈര് ചേർക്കാറുമുണ്ട്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്, പാക്കറ്റിൽ വാങ്ങിയ ചപ്പാത്തിയാണേ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ റെഡി. ഇതുപോലെ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് സവോളയൊക്കെ ചേർത്ത് കഴിക്കാൻ അടിപൊളിയാണ് ചിക്കൻ 65. അതിൻ്റെ കൂടെ നല്ല ചൂട് ചപ്പാത്തി.